ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ടു മുംബൈ എപ്പിസോഡ് 4 ആണ്. അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ അട്ടൽ സേതു വഴി നമ്മൾ ഓൾഡ് മുംബൈക്ക് പോവുകയാണ്. അപ്പോൾ അട്ടൽ സേതു പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രിഡ്ജും ബ്രിഡ്ജും ആയതാണ്. 21 കിലോമീറ്ററാണ് ഗൈസ്. വൺ സൈഡുള്ളത് 21 കിലോമീറ്ററാണ് അട്ടൽ സേതുവിൻ്റെ ലെങ്ത്ത് പറയുന്നത്. ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ അട്ടൽ സേതുക്ക് ഓൺ ദ വേ ആട്ടോ. ഗൈസ്, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പുതിയ നവി മുംബൈ എയർപോർട്ട്. അതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ല, ഉടനെ തന്നെ കഴിയും ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ മുംബൈക്ക് വരുമ്പോൾ അവിടെയാണ് ഗൈസ് നമ്മൾ ലാൻഡ് ചെയ്യുക. ഗൈസ്, നമ്മളിപ്പോൾ ഉൽവ എത്തിയിട്ടോ. നേരെ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ഒരു സ്കൂളാട്ടോ അവിടുത്തെ. ഗൈസ്, നമ്മളിപ്പോൾ അട്ടൽ സേതുവിലേക്ക് കയറാൻ പോയിട്ടോ. ഫൈനലി ഗൈസ്, നമ്മളുടെ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ബ്രിഡ്ജായ അട്ടൽ സേതുവിലേക്ക് നമ്മൾ എൻ്റർ ആയി ഗൈസ്. ഗൈസ്, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു പോർട്ടാട്ടോ. ഗൈസ്, നമ്മൾ ഈ ഒരു സ്ട്രെച്ച് കാണുമ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ പോയ പോലെ ഉണ്ട് ഗൈസ്. ദൂരെ നമുക്ക് മുംബൈ സിറ്റി കാണുന്നുണ്ട് ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ ഓൾഡ് മുംബൈയിലേക്ക് കയറി. ഗൈസ്, ഈ ഒരു ഭാഗം നമുക്കൊരു ഫിലിം സെറ്റ് പോലെ തോന്നുന്നില്ലേ ഗൈസ്? ഈ കാണുന്ന കേട്ടോ നമ്മുടെ താജിൻ്റെ എൻട്രി. നമ്മൾ ഇനി കടലിൻ്റെ അടിയിൽ കൂടെയുള്ള ടണലിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പോകട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ആ ടണലിൽ നിന്ന് പുറത്തിറങ്ങി ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നതാണ് ആൻറ്റിലിയ എന്നറിയപ്പെടുന്ന മുകേഷ് അംബാനിയുടെ വീട്. ഗൈസ്, നമ്മുടെ മുംബൈ സിറ്റീൻ്റെ നൈറ്റ് വ്യൂ ആണ് ഗൈസ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ മുംബൈ സിറ്റി ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.